ഡൽഹിയിൽ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ തന്നെ അവരെയും കാത്ത് കാർത്തിക് ഉണ്ടായിരുന്നു. കാർത്തികിന്റെ മുഖത്ത് ഇത്ര നാളും കാണാത്ത ഒരു ഗൗരവം തളം കെട്ടി നിന്നിരുന്നു. കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് കയറും മുമ്പ് കാർത്തിക് കാളിക്കൊരു മെസ്സേജ് അയച്ചു. ക്രെഡിറ്റ് മൈ മണി, ഷീസ് വിത്ത് മീ. മെസ്സേജ് വായിച്ച കാളിയുടെ മുഖത്ത് ഒരു ചിരി പടർന്നു. ഉടനെ തന്നെ ക്യാഷ് അക്കൗണ്ടിലെത്തിയെന്ന് ബാങ്ക് മെസ്സേജ് കാർത്തികിന്റെ ഫോണിൽ വന്നു. കാർത്തികിന്റെ മുഖത്ത് ഒരു ചിരി വിടർന്നു. താമസിയാതെ കാളിയുടെ ഒരു മെസ്സേജ് കാർത്തികിന്റെ ഫോണിൽ വന്നു. ഐ വിൽ സെൻഡ് യു ദ ലൊക്കേഷൻ, ടേക്ക് ഹെർ ദർ ടുമോറോ. ഓക്കെ എന്ന് തിരിച്ച് മെസ്സേജ് അയച്ചതിന് ശേഷം കാർത്തിക് ഒന്നും അറിയാത്ത പോലെ അവരുടെ കൂടെ ഫ്ലൈറ്റിൽ കയറി കൊച്ചിയിലേക്ക് യാത്രയായി. കൊച്ചിയിൽ ഫ്ലൈറ്റ് എത്തിയതും കാർത്തികിന്റെ മൊബൈലിൽ കാളിയുടെ മെസ്സേജ് വന്നു. അതൊരു അഡ്രസ്സായിരുന്നു. വാഗമണ്ണിലെ ഒരു തേയിലത്തോട്ടത്തിൻ്റെ അഡ്രസ്. അത് വായിച്ചതും കാർത്തികിന്റെ മുഖത്ത് അർത്ഥമറിയാത്തൊരു ചിരി മിന്നിമാഞ്ഞു. ആരാ കാർത്തിക്? അത് ചുമ്മാ കമ്പനി മെസ്സേജ്. നിങ്ങൾ വാ പോവാം. ദേവനും നിമ്മൂസും കാർത്തികിന്റെ കൂടെ കാറിൻ്റെ അടുത്തേക്ക് നടന്നു. പിറ്റേ ദിവസം ദേവനും നിമ്മൂസിനെയും കൊണ്ട് കാർത്തികിന്റെ കാർ വാഗമൺ ലക്ഷ്യമാക്കി ചീറിപ്പാഞ്ഞു. നമ്മൾ എങ്ങോട്ടാ കാർത്തിക് പോകുന്നത്? എനിക്കൊന്ന് വാഗമൺ വരെ പോകണം, ചെറിയൊരു ജോലി. അത് തീർത്തിട്ട് നമുക്ക് തറവാട്ടിലേക്ക് പോകാം. കൂടുതൽ സംസാരം ഒഴിവാക്കാനായി കാർത്തിക് സ്റ്റീരിയോ ഓൺ ചെയ്തു. സ്റ്റീരിയോ പാടി തുടങ്ങി. കാർത്തികിന്റെ കാർ കാളി പറഞ്ഞ തേയിലത്തോട്ടത്തിന് മുന്നിൽ ചെന്ന് നിന്നു. കാവൽക്കാരൻ എന്ന് തോന്നുന്ന ഒരാൾ വന്ന് ഗേറ്റ് തുറന്നു. അയാളെ കണ്ടതും നിമ്മൂസിന്റെ മനസ്സിൽ എന്തൊക്കെയോ അപകടത്തിന്റെ മുന്നറിയിപ്പ് പോലെ തോന്നി. അവൾ ദേവനെ നോക്കി. ക്ഷീണം കാരണം ദേവൻ ചെറിയ മയക്കത്തിലായിരുന്നു. അവൾ കാർത്തികിനെ നോക്കി. അവന്റെ മുഖഭാവം അവളിൽ പേടി ജനിപ്പിച്ചു. പുറമെ നിന്ന് കാഴ്ചയ്ക്ക് പഴയതെന്നും തോന്നിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ മുന്നിൽ കാർച്ചു നിന്നു. അപ്പോഴേക്കും ദേവൻ ഉണർന്നു. കാർത്തിക് കാർ നിർത്തി ഒരു സിഗരറ്റ് എടുത്ത് കൊളുത്തി വലിച്ചുകൊണ്ട് നിരുക്തയെ നോക്കി പറഞ്ഞു, ഇറങ്ങ്. അവൾ വിശ്വാസം വരാതെ കാർത്തികിനെ നോക്കി. ദേവൻ ചുറ്റുപാടും നോക്കി. ഒരു പരിചയവുമില്ലാത്ത സ്ഥലം. കണ്ണെത്തുന്ന സ്ഥലം മുഴുവൻ നീണ്ടു നിവർന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ മാത്രം. കാർത്തിക്, എന്താ ഇത്? നിരുക്ത ചോദിച്ചു. എങ്ങോട്ടിറങ്ങടി? അത്രയും പറഞ്ഞ കാർത്തിക് നിരുക്തയെ കാറിൽ നിന്നും വലിച്ച് പുറത്തിറക്കി തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി. ദേവനുമാകെ പകച്ചു. കാർത്തിക്! ദേവനെയും നിരുക്തയും നോക്കി കാർത്തിക് അലറി. നടക്ക്! ദേവനും ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. കാരണം നിരുക്ത പോയിന്റ് ബ്ലാങ്കിലായിരുന്നു നിന്നിരുന്നത്. അവർ രണ്ടുപേരെയും ഉള്ളിലേക്ക് തള്ളി. പുറമെ നിന്ന് അതൊരു ഗോഡൌൺ പോലെ തോന്നിച്ചുവെങ്കിലും അതൊരു വലിയ ലാഭമായിരുന്നു. അത്യാധുനിക സൗകര്യങ്ങളെല്ലാം ഉള്ളത്. അവിടെ കാളിയും മഹേഷും റഫീഖും ഉണ്ടായിരുന്നു. കൂടാതെ കുറെ ഡോക്ടർമാരും. അവർ അയ്യങ്കാർ ഉപേക്ഷിച്ചു പോയ റിസർച്ചിന്റെ പണിപ്പുരയിലായിരുന്നു. കാർത്തിക് ദേവനെയും നിരുക്തയും ഉള്ളിലേക്ക് തള്ളിയത് കണ്ട് കാളിയുടെ ചുണ്ടിൽ കുടിലതയുടെ ചിരിവിടർന്നു. റഫീഖിന്റെ കൂടെ ഏതോ ഫയൽ നോക്കി എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാളി അത് മടക്കി വെച്ചുകൊണ്ട് പറഞ്ഞു, വെൽക്കം മിസ് നിരുക്ത, വെൽക്കം ടു കാളീസ് വേൾഡ്. കാളിയുടെ ലോകത്തിലേക്ക് സ്വാഗതം. കാളിയെ കണ്ട നിരുക്തയുടെ മനസ്സിൽ വജ്രഭൈരവൻ അവളോട് ചെയ്ത ക്രൂരതകൾ മിന്നിമാഞ്ഞു. അവൾ പേടിയോട് പുറകോട്ട് നടന്നതും ദേവന് നേരെ കാർത്തിക് തോക്ക് ചൂണ്ടിക്കൊണ്ട് നിരുക്തയെ കാളിയുടെ കാൽച്ചുവട്ടിലേക്ക് കാർത്തിക് വലിച്ചെറിഞ്ഞു. കാളി നിരുക്തയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ദേവന്റെ രക്തം തിളച്ചു. ദേവൻ അനങ്ങാതെയിരിക്കാൻ കാർത്തിക് അവന്റെ തലയിൽ ഒന്നുകൂടി പിസ്റ്റൾ അമർത്തി. കാളിയുടെ കണ്ണുകൾ അവൾ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു, നിന്റെ സൗന്ദര്യം എന്നെ വല്ലാതെ മത്ത് പിടിപ്പിക്കുന്നുണ്ട് പെണ്ണെ. എങ്കിലും എനിക്കിപ്പോൾ ആവശ്യം നിന്റെ ശരീരമല്ല, നിന്റെ തലയാണ്. അയ്യങ്കാർ ചെയ്ത പ്രൊജക്റ്റ് നീ കംപ്ലീറ്റ് ചെയ്യണം.
ഇല്ല, ഞാൻ ചെയ്യില്ല. ആവശ്യമില്ലാത്ത വാശി വേണ്ട. ഞാനൊന്ന് മൂളിയാൽ നിന്റെ കാമുകന്റെ തലച്ചോറ് ഇപ്പോൾ ഇവിടെ ചിന്നി ചിതറി വീഴും. അത് വേണോ? നിരുക്ത നോക്കിയപ്പോൾ കാർത്തിക് ദേവന്റെ തലയിൽ ഒന്നുകൂടെ പിസ്റ്റൾ അമർത്തി. അവൾ ദേഷ്യത്തോടെ കാർത്തികിനെ നോക്കി. കാർത്തിക് അവളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. കാളി തുടർന്നു. ശരി, നമുക്ക് മാത്രമായൊരു ഡീൽ. നീ എനിക്ക് ആ ഫോർമുല രൂപീകരിച്ച് ആ മെഡിസിൻ റെഡിയാക്കി തന്നാൽ നിന്നെയും നിന്റെ കാമുകനെയും ഞാൻ വെറുതെ വിട്ടേക്കാം. കാളി അവളുടെ കവിളിൽ മെല്ലെ തലോടിക്കൊണ്ട് ചോദിച്ചു. ഓക്കെയാ? അവൾ അറപ്പോടുകൂടെ പിന്നോട്ട് മാറി. ഓക്കെയാ? ഗുഡ് ഗേൾ. പോയി അത് ശരിയാക്ക്. നിരുക്ത നിവൃത്തിയില്ലാതെ ലാബിൽ പോയി അയ്യങ്കാർ പറഞ്ഞ കെമിക്കലെല്ലാം മിക്സ് ചെയ്യാൻ തുടങ്ങി. എങ്കിൽ ശരി, ഞാനങ്ങ് പോയേക്കുക. ഇനിയും ഇതുപോലെ എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടല്ലോ വിളിക്കണം, കാർത്തിക് പറഞ്ഞു. ഷുവർ. ദേവനെ മഹേഷിനെ ഹാൻഡ് ഓവർ ചെയ്ത് കാർത്തിക് തിരികെ തന്റെ കാറിന്റെ നേരെ നടന്നു. കാർത്തിക് കാറിന്റെ കീ കയ്യിലിട്ട് വട്ടം കറക്കി ഒരു ചൂളം വിളി പാട്ടുമൂളി പുറത്തേക്ക് നടന്നു. ദേവന്റെ മുഖത്ത് ഒരു ചിരിമിനി. ദേവന്റെ മനസ്സിൽ അവന് രാജശ്രീ കാണിച്ചു കൊടുത്ത കഴിഞ്ഞ ജന്മത്തിലെ ചില കാര്യങ്ങൾ തെളിഞ്ഞു. ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്. ഇന്ദ്രവീരൻ കാലഭൈരവ ക്ഷേത്രത്തിനരികിലെ കൽപ്പടവുകളിൽ പോയിരുന്നു. അവന്റെ മനസ്സ് കലുഷിതമായിരുന്നു. മനസ്സിൽ പലവിധ ചിന്തകളും രൂപപ്പെട്ടു. ഇന്ദ്ര! ആ വിളി കേട്ട് ഇന്ദ്രവീരൻ തിരിഞ്ഞു നോക്കി. അത് അഗ്നാസിനിയായിരുന്നു. അവനവരെ നോക്കിയിട്ട് വീണ്ടും തിരിഞ്ഞിരുന്നു. മനസ്സിൽ വ്യക്തമായ കണക്കുകൂട്ടലുകളോടെ അഗ്നാസിനി പറഞ്ഞു. നിന്റെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ ഈ കൽപ്പടവുകൾക്ക് സാധിക്കുകയില്ല ഇന്ദ്രവീര. കാരണം നീ ഉത്തരം അന്വേഷിക്കുന്നത് ചോദ്യങ്ങൾക്കല്ല, ചതിക്കാണ്. ഇന്ദ്രവീരൻ എഴുന്നേറ്റ് പോകാനൊരുങ്ങി. ചതിച്ചത് സ്വന്തം മാതാവാകുമ്പോൾ ഉത്തരങ്ങൾ കിട്ടുന്നത് എളുപ്പമല്ലല്ലോ. ആ വാക്കുകൾ അവനെ പിടിച്ചു നിർത്തി. അവൻ അഗ്നാസിന് പറയുന്നത് കേൾക്കാൻ ചെവിയോർത്തു. വാക്കുകളിൽ തെൻ പുരട്ടി അഗ്നാസിനെ ഇന്ദ്രവീരന്റെ ഉള്ളിലേക്ക് വിഷം നിറയ്ക്കാൻ തുടങ്ങി. പിതാവിന്റെ സ്നേഹം വേണ്ട പോലെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നോർത്ത് നീ ധാരാളം വിഷമിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. പക്ഷെ അതിനുള്ള കാരണം എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? വസിഗോതയുടെ റാണിയായി ഇവിടെ വാഴുമ്പോഴും മയൂരനയന നിന്റെ പിതാവിനെ വഞ്ചിക്കുകയായിരുന്നു. ചന്ദ്രഹാസനുമായുള്ള വേഴ്ചയിൽ അവൾ രാജ്യത്തിൻ്റെ അഭിമാനം പോലും മറന്നു. അതിൽ രഹസ്യമായൊരു മകനും. ഇത്രയും ചതിക്കപ്പെട്ട ഭൈരവന് നിന്നെങ്ങനെ സ്നേഹിക്കാൻ കഴിയും? വാത്സല്യത്തോടെ അവൻ്റെ കവിളിൽ പിടിച്ചുകൊണ്ട് അഗ്നാസിന് പറഞ്ഞു. പക്ഷെ എത്ര അകറ്റിയാലും നീ ഞങ്ങളുടേതാണ് ഇന്ദ്രവീര. അത് മായ്ക്കാൻ പറ്റില്ലല്ലോ. വജ്രഭൈരവന്റെ മകനാണ് നീ, ഞങ്ങളുടെ രക്തം. നഷ്ടങ്ങൾ നിനക്ക് മാത്രമാണ് ഇന്ദ്ര. നിന്റെ പ്രണയം മാത്രമല്ല, നിനക്ക് അവകാശപ്പെട്ട സിംഹാസനം നിനക്ക് നഷ്ടമാകും. ഭൈരവന്റെ കാലശേഷം വസിഗോതയുടെ സിംഹാസനത്തിൽ അഗ്നിമിത്രനിരിക്കും. നീ ജീവന തുല്യം സ്നേഹിക്കുന്ന താരവൃന്ദയെ നിനക്ക് സഹോദരിയായി കാണേണ്ടി വരും. ചിന്തിക്കൂ, നിനക്ക് അവകാശപ്പെട്ട ഈ സിംഹാസനവും പിന്നെ നിന്റെ താരവൃന്ദയും നിനക്ക് സ്വന്തമാക്കണമെങ്കിൽ രഹസ്യങ്ങളെന്നും രഹസ്യമായി തന്നെ ഇരിക്കണം. പുറത്തു വരുന്നതിന് മുൻപേ അത് കുഴിവെട്ടി മൂടണം. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ചെറിയമ്മ പറയുന്നത്? അഗ്നാസിനിയുടെ ചുണ്ടിൽ വിജയത്തിൻ്റെ ഒരു ചെറിയ ചിരി പടർന്നു. അത്രയും അഗ്നാസിന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ദ്രവീരൻ പുച്ഛം നിറഞ്ഞ ഒരു ചിരിയോടെ പറഞ്ഞു. ചെറിയമ്മ പറഞ്ഞത് ശരിയാ. പിതാവിൻ്റെ സ്നേഹം കിട്ടുന്നില്ല എന്നോർത്ത് ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കുഞ്ഞുനാൾ മുതൽ ഞാൻ കാണുന്ന വലിയൊരു സത്യമുണ്ട്. എൻ്റെ മാതാവ് അനുഭവിക്കുന്ന പീഡനങ്ങളും
എൻ്റെ മാതാവിൻ്റെ കണ്ണുനീരും. പിന്നെ ഇത്രയും വലിയ രാജാവും സേനാനായകന്മാരുമുള്ള വസിഗോതയിൽ വന്ന് മഗമതിയിലെ രാജാവായ ചന്ദ്രഹാസൻ അവിഹിത വേഴ്ചയിലേർപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം ഞാൻ അത്ര വിഡ്ഢിയൊന്നുമല്ല. പിന്നെൻ്റെ മാതാവിന് അങ്ങനൊരു പ്രണയമുണ്ടെങ്കിൽ അതുറപ്പായും കല്യാണത്തിന് മുൻപാകണം. അതിൽ ജനിച്ച പുത്രനാണ് അഗ്നിമിത്രനെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അഗ്നിക്ക് വേണ്ടി സിംഹാസനം മാത്രമല്ല, എൻ്റെ പ്രാണനും ഞാൻ കൊടുക്കും. പിന്നെ താരവൃന്ദ, സ്വന്തമാക്കുന്നത് മാത്രമല്ലല്ലോ പ്രണയം. എൻ്റെ പ്രണയം സത്യമാണെങ്കിൽ അത്രയും പറഞ്ഞ ഇന്ദ്രവീരന് ബാക്കി പറയാൻ സാധിക്കാതെ വന്നു. കാരണം അഗനാസിനിയുടെ കത്തി അവൻ്റെ മുതുകിലൂടെ തുളച്ച് വയറ്റിൽ എത്തിയിരുന്നു. ആ കത്തിയൂരി അഗനാസിനി അവനെ വീണ്ടും കുത്തി. ഇന്ദ്രവീരൻ കുത്തിയിട്ട് തളർന്ന് താഴേക്ക് വീഴാനായി തുടങ്ങുമ്പോൾ അഗനാസിനി പറഞ്ഞു, ജ്യേഷ്ഠനെ കാലപുരിക്കയക്കും മുൻപേ പറഞ്ഞേക്കാം, ജ്യേഷ്ഠന് വേണ്ടി അനിയൻ പ്രാണത്യാഗം ചെയ്ത കഥ. ഉടവാൾ വലിച്ചൂരി ഇന്ദ്രവീരൻ പറഞ്ഞു, ഇപ്പോഴും ഇതിൻ്റെ മറുപടി ഉടവാളിനാൽ തരാൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ നിങ്ങളെ ഞാൻ. അത്രയും പറയുമ്പോൾ കത്തി ഒന്നുകൂടെ ഇന്ദ്രവീരന്റെ ശരീരത്തിൽ കുത്തി തിരികെ അഗനാസിനി വലിച്ചൂരി. ഇന്ദ്രൻ ആ കുത്തുകൂടെ കിട്ടിയതോടെ നിലത്തേക്ക് വീണു. അവൻ്റെ അവസാന ശ്വാസം അവനെ പിരിയുമ്പോൾ അവൻ വിളിച്ചു, താര. കാറിൻ്റെ കീ കയ്യിലിട്ട് വട്ടം കറക്കിയ കാർത്തിക് വാതിലിൻ്റെ അടുത്തേക്ക് പോയി തിരികെ വന്നു. ആ കളി ഞാൻ മറന്നു. ഞാൻ വേറൊരു സമ്മാനം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. കളി എന്താണ് എന്ന സംശയത്തോടെ കാർത്തികിനെ നോക്കി. ഒരു മിനിറ്റ്. കാർത്തിക് വേഗം പോയി കാറിൻ്റെ ഡിക്കി തുറന്നു. അപ്പോഴേക്കും കാളിയുടെ മൊബൈൽ ഫോൺ ബെല്ലടിച്ചു. വിനായകൻ കോളിംഗ്. കാളി ഫോൺ എടുത്തു. വിനായകന്റെ സ്വരം ആകെ പരിഭ്രമിച്ചിരുന്നു. ആകെ ഇടിയും ബഹളവും വെടിയൊച്ചയും ഫോണിൽ കൂടെ കേൾക്കാം. കളി അണ്ട പോലീസുകാരനെ നമ്പാതെ, അവൻ അവൻ അത്രയും പറഞ്ഞതും മനുവിൻ്റെ ഊക്കിനുള്ള ഇടിയേറ്റ് വിനായകന്റെ കയ്യിലെ ഫോൺ തെറിച്ചുപോയി. ഹലോ ഹലോ. ഒന്ന് രണ്ട് വെടിയച്ചയ്ക്കൊപ്പം വിനായകന്റെ സ്വരമില്ലാതെയായി. ഡേയ് വിനായക, ഹലോ. അത്രയും പറഞ്ഞ് കാളി അമ്പരന്ന് കാർത്തികിനെ നോക്കി. കാർത്തിക് കാറിന്റെ ഡിക്കിൽ നിന്നും വാസ്തികയെ വലിച്ചു പുറത്തേക്കിട്ടു. വാസ്തിക ആകെ പരിഭ്രാന്തിയോടെ പരക്കം പായാൻ വെമ്പുകയായിരുന്നു. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞിരുന്നു. വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിരുന്നു. കൈകൾ പുറകിലേക്ക് ബന്ധിച്ചിരുന്നു. കാലുകളും ബന്ധിച്ചിരുന്നു. കൂടാതെ ശരീരത്തിൽ ഇരുമ്പിൻ്റെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു. കൂടാതെ അവളുടെ വയറിൻ്റെ ഭാഗത്തായി ഒരു ബോംബും ഘടിപ്പിച്ചിരുന്നു. പക്ഷെ ഇത്രയൊക്കെ ബന്ധിച്ചിട്ടും അവൾ തീയിൽ വീണ പോലെ ബഹളം വെച്ചുകൊണ്ടിരുന്നു. കാർത്തികിൻ്റെ ഒരു കയ്യിൽ ആ ബോംബിൻ്റെ റിമോട്ട് ഉണ്ടായിരുന്നു. മറുകൈയിൽ വാസ്തികയെ ബന്ധിച്ച ചങ്ങലയുടെ ഒരറ്റവും. അത് കണ്ട കാളി ഞെട്ടി. മഹേഷിൻ്റെയും റഫീഖിൻ്റെയും, എന്തിന് നിമ്മൂസിൻ്റെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല. ഒരു ചെറിയ ചിരിയോടെ ദേവൻ മഹേഷ് തനിക്ക് നേരെ ചൂണ്ടിയ തോക്ക് പിടിച്ചു വാങ്ങി അത് മഹേഷിൻ്റെ നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇനി ഇത് ഞാൻ പിടിക്കും. എന്നിട്ട് കാളിയെ നോക്കി ചോദിച്ചു, കാർത്തികിനെ പറ്റി അന്വേഷിക്കുമ്പോൾ മുഴുവനും അന്വേഷിക്കണ്ടേ? ഹീസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ആൻഡ് ഡെഡ്ലിയസ്റ്റ് പോലീസ് ഓഫീസർ ഇൻ ദി എൻ്റയർ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ തന്നെ ഏറ്റവും അപകടകാരിയായ പോലീസ് ഓഫീസറാണ് കാർത്തിക്. ദയ എന്തെന്ന് തൊട്ട് തീണ്ടാത്തവൻ. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ
അവനെങ്ങനെ ആക്കിയെടുത്തതും നിങ്ങൾ തന്നെയല്ലേ? ദേവ, മതി, എൻ്റെ കാര്യം പോട്ടെ. ഇനിയിപ്പോ എന്നോട് പറഞ്ഞ കഴിഞ്ഞ ജന്മത്തിലെ കഥയിൽ നീ ആരാണെന്നും കൂടെ അവരോട് പറഞ്ഞ പാവങ്ങൾ വല്ല ഹൃദയാഘാതവും ഒന്നും മരിക്കും. പിന്നെ കഷ്ടപ്പെട്ടത് മുഴുവൻ വേസ്റ്റാവും. എന്നിട്ട് തിരിഞ്ഞ് നിമ്മൂസിനോട് പറഞ്ഞു, ആ പണിയെടുക്ക കുട്ടി, ആ മരുന്ന് നമുക്ക് ആവശ്യമുണ്ട്. നിമ്മൂസ് അത്ഭുതപ്പെട്ട് ദേവനെ നോക്കി. ചിരിച്ചുകൊണ്ട് ചെയ്തോളാൻ ദേവൻ ആംഗ്യം കാണിച്ചു. അവൾ റിസർച്ചിലോട്ട് ശ്രദ്ധ തിരിച്ചു. കാർത്തിക് വാസ്തികയുടെ വായിലെ പ്ലാസ്റ്റർ ഊരിയതും അവൾ പട്ടിയെപ്പോലെ നാക്ക് പുറത്തേക്കിടാനും താഴെ കിടന്ന് പൊളഞ്ഞുകൊണ്ട് തറയിൽ നക്കുവാനും തുടങ്ങി. ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്. കാർത്തിക് റിപ്പോർട്ടുമായി തൻ്റെ DGPയുടെ ഓഫീസിലേക്ക് പോകുന്നു. അവിടെ പ്രസന്റേഷൻ റൂമിൽ കാർത്തികിനെ കാത്ത് DGP ഐസക് മാത്യുവും IG സുദർശൻ വർമ്മയുമുണ്ട്. കാർത്തിക് സല്യൂട്ട് ചെയ്ത് റിപ്പോർട്ടിൻ്റെ ഹാർഡ് കോപ്പി അവർക്ക് സമർപ്പിക്കുന്നു. ശേഷം സ്ക്രീൻ ഓൺ ചെയ്യുന്നു. സ്ക്രീനിൽ KV ഗ്രൂപ്പിൻ്റെ ചിത്രം തെളിയുന്നു. സർ, കാളി ഗ്രൂപ്പിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് 20 വർഷം മുൻപാണ്. ബോംബെയിലെ പ്രശസ്തമായ DJ ഗ്രൂപ്പ് അതിൻ്റെ ഉടമയായ ദാവൂദ് കാളിക്ക് എഴുതി കൊടുക്കുന്നത് തൊട്ടാണ്. പക്ഷെ കാളിക്ക് തൻ്റെ ബിസിനസ് സാമ്രാജ്യം വിട്ടുകൊടുത്തുകൊണ്ട് കുറച്ചു നാൾക്കുള്ളിൽ തന്നെ ദാവൂദും അദ്ദേഹത്തിൻ്റെ പുത്രിയായ ജെനിഫറും ഒരു ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടു. ദാവൂദിൻ്റെ ഒരു ബിസിനസ്സിലും അതുവരെ കാളി ഉണ്ടായിരുന്നില്ല എന്ന കാര്യം എനിക്ക് ആ ബിസിനസ് ഡീലിൽ ഒരു സംശയം ജനിപ്പിച്ചു. കാർത്തിക്കിൻ്റെ വിരൽ ലാപ്ടോപ്പിൽ അമർന്നപ്പോൾ സ്ക്രീനിൽ ടൈഫോണിൻ്റെ ചിത്രം തെളിഞ്ഞു. ഞാൻ മുംബൈ പോലീസുമായി ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ കാളിക്കും ദാവൂദിനും ടൈഫോൺ എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ ക്രിമിനലുമായി ബന്ധമുണ്ടെന്ന് രേഖകൾ ലഭിച്ചു. എക്സിബിറ്റ് നമ്പർ 7-12. DGPയും IGയും തൻ്റെ കയ്യിലെ റിപ്പോർട്ടിൽ നോക്കി. മൈ ഗോഡ്! അൺഫോർച്ചുനേറ്റ്ലി ചൈന ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ മേഖലാ സ്ഥാപനം എന്നതിൽ കവിഞ്ഞ് ഈ ടൈഫോണിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല. പക്ഷെ ഒന്നുറപ്പ്, ടെററിസ്റ്റ് ഗ്രൂപ്പായ ISIS, ബോക്കോ ഹറാം തുടങ്ങിയ സംഘടനകൾക്ക് ആവശ്യമായ ഫിനാൻസ് ഒഴുക്കുന്നത് പ്രധാനമായും ചൈന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടൈഫോൺ എന്ന സ്ഥാപനം വഴിയാണ്. ഈ KV ഗ്രൂപ്പിൽ എന്താണ് നിലവിൽ ടൈഫോണിനുള്ള ഇൻട്രസ്റ്റ്? ഐ എം കമ്മിങ് ടു ഇറ്റ്. കാളി ഗ്രൂപ്പിൽ ബോൺ ക്രിമിനലായ വാസ്തികയും കൂടെ ചേർന്നപ്പോൾ അത് KV ഗ്രൂപ്പായി മാറി. ഇവരുടെ കീഴിൽ വരുന്ന KV ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിൽ സംശയാസ്പദമായ രീതിയിൽ രോഗികളിൽ നടക്കുന്ന ബ്രെയിൻ ഡെത്തിനെ കുറിച്ചുള്ള എൻ്റെ അന്വേഷണം ചെന്നു നിന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളിലാണ്. കാർത്തിക്കിൻ്റെ വിരൽ ലാപ്ടോപ്പിൽ പതിഞ്ഞപ്പോൾ സ്ക്രീനിൽ മുഴുവൻ ധാരാളം പെൺകുട്ടികളുടെ ഫോട്ടോ നിറഞ്ഞു. കാർത്തിക് വീണ്ടും വീണ്ടും വിരലുകൾ അമർത്തി ധാരാളം പെൺകുട്ടികളുടെ ഫോട്ടോ DGPയെയും IGയെയും കാണിച്ചു കൊടുത്തു. ഇവരെല്ലാം KV ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റലിൽ വെച്ച് ചുരുങ്ങിയ കാലയളവിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച് തൻ്റെ അവയവങ്ങളെല്ലാം ദാനം ചെയ്ത് മരണത്തിന് കീഴടങ്ങിയവരാണ്. പക്ഷെ ആദ്യം സംശയിച്ചതുപോലെ ഇത് വെറുമൊരു ഓർഗൻ ട്രാഫിക്കിംഗ് മാത്രമല്ല. ഈ പെൺകുട്ടികളെല്ലാം റോഹിപ്നോൾ എന്നറിയപ്പെടുന്ന ഡേറ്റ് ഡ്രഗ് കുത്തിവെക്കപ്പെട്ടതിന് ശേഷം സിവിയറായിട്ടുള്ള റേപ്പ് അഭിമുഖീകരിച്ചവരാണ്. എക്സിബിറ്റ് നമ്പർ 20. ഇതിനെക്കുറിച്ച് ഡോക്ടർ കൃഷ്ണവർമ്മയുടെ റിപ്പോർട്ട്. DGPയും IGയും തൻ്റെ കയ്യിൽ റിപ്പോർട്ട് നോക്കുന്നു. ഇത് ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്തതിന് ശേഷം 72 മണിക്കൂറുകൾ മാത്രമേ ഇതിൻ്റെ അവശേഷിപ്പ് ശരീരത്തിൽ ഉണ്ടാവൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിനുള്ളിൽ തന്നെ രോഗിക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിരിക്കും. 72 മണിക്കൂറിന് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോലും ഇതിൻ്റെ സാന്നിധ്യം അറിയാൻ സാധിക്കില്ല. ഇന്ത്യ അടക്കം വിവിധ രാജ്യങ്ങൾ ബാൻ ചെയ്ത ഈ ഡ്രഗ് എങ്ങനെ KV ഗ്രൂപ്പിൽ മാത്രം സുലഭമായി ലഭ്യമാക്കുന്നു? അതിനുള്ള ഉത്തരമാണ് ടൈഫോൺ. KV ഗ്രൂപ്പിൽ ഇതെത്തുന്നത് ടൈഫോൺ വഴിയാണ്. എക്സിബിറ്റ് നമ്പർ 27. KV ഗ്രൂപ്പുമായി ടൈഫോൺ ഉണ്ടാക്കിയിരിക്കുന്ന ഇഞ്ചക്ഷൻ സിറിഞ്ചുകളുടെ വിൽപ്പന കരാറിൻ്റെ കോപ്പി. ചൈനയിൽ നിന്നും ഈ കരാറിൻ്റെ മറവിൽ ബോംബെ തുറമുഖത്തെത്തിച്ചേരുന്ന റോഹിപ്നോൾ മരുന്നുകൾ ഡെലിവറി എടുക്കുന്നത് അപ്പോലക്സ് റിസർച്ച് വിങ് ആണ്. അവിടെ നിന്നും ഇത് KV ഗ്രൂപ്പിൻ്റെ വിവിധ ശാഖകളിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. സർ ചോദിച്ച പോലെ എന്താണ്
ടൈഫോണിന് ഈ ഡീലിലുള്ള ഇൻട്രസ്റ്റ്? ഉറപ്പായും അത് വെറും റേപ്പല്ലെങ്കിൽ അവ്യവധാനം മാത്രമായിരിക്കില്ല. അതിൻ്റെ ഉത്തരമാണ് അപ്പലക്സ് റിസർച്ച് വിങ്. കാർത്തികിൻ്റെ വിരലുകൾ ലാപ്ടോപ്പിൽ അമർന്നപ്പോൾ പ്രൊഫസർ വി എ അയ്യങ്കാരുടെ ചിത്രം സ്ക്രീനിൽ തെളിഞ്ഞു. ഈ പ്രൊഫസറിൻ്റെ നേതൃത്വത്തിൽ നടന്ന റിസർച്ച് ഇൻറ്റൻസ് പെയിൻ ക്രിയേറ്റിംഗ് മെഡിസിൻ. എക്സ്ബിറ്റ് നമ്പർ 32-43. ഒന്നുകിൽ പ്രശസ്തരായ ആളുകളെ കൊല്ലാൻ, അല്ലെങ്കിൽ അതിർത്തിയിൽ പിടിക്കപ്പെടുന്ന ജവാന്മാരെ ടാർഗറ്റ് ചെയ്ത്, അതുമല്ലെങ്കിൽ ഇന്ത്യയുടെ മേൽ നടക്കാനിരിക്കുന്ന ഒരു മെഡിക്കൽ വാർ. അതാണ് ഈ മെഡിസിൻ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമുക്കവരെ എന്ത് ചെയ്യാൻ സാധിക്കും? എക്സാക്ട്ലി സർ, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം അതിനുള്ള പവർ നമുക്കില്ല. അതുകൊണ്ട് ടൈഫൂണിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ റോക്കി കൈമാറിക്കഴിഞ്ഞു സർ. പിന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നുണ്ട്. ഈ ചങ്ങലയിലെ അവസാനത്തെ കണ്ണി KV ഗ്രൂപ്പ്, അതിൻ്റെ ഉന്മൂലനം. കാർത്തികിൻ്റെ വിരലുകൾ വീണ്ടും ലാപ്ടോപ്പിൽ പതിഞ്ഞു. സ്ക്രീനിൽ വിനായകൻ്റെയും മഹേഷിൻ്റെയും റഫീഖിൻ്റെയും മുഖം തെളിഞ്ഞു. വിനായകൻ, മഹേഷ്, റഫീഖ്, ഇവരാണ് KV ഗ്രൂപ്പിൻ്റെ ഇപ്പോഴത്തെ 3 വലിയ തൂണുകൾ. വി നീഡ് ടു എക്സിക്യൂട്ട് എ പോലീസ് എൻകൗണ്ടർ. ഈ 3 പ്രതികളും ഒരുമിച്ച് ആക്രമിക്കപ്പെടണം. അതോടൊപ്പം KV ഗ്രൂപ്പിൻ്റെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും ഒരേ സമയം റെയ്ഡ്. എൻകൗണ്ടറോ? താൻ എന്തുവായി പറയുന്നത്? അങ്ങനെ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമൊന്നുമല്ല അത്. പിന്നെ ഈ പറയുന്ന പ്രതികളുടെ മേൽ വേറെ കേസുകളുമില്ല. തന്നെയുമല്ല, പ്രതികളെന്ന് സംശയിക്കുന്നവർ പ്രബലരാണ്. നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഓക്കെ സർ, പക്ഷെ സാറിന് ഉറപ്പുണ്ടോ ഇവരിൽ ഒരാളെങ്കിലും അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന്? അറസ്റ്റ് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുമ്പോഴേ ഇവരൊക്കെ വിദേശത്തേക്ക് രക്ഷപ്പെട്ടു കഴിയും. ഇത്രയൊക്കെ തെളിവുകളുണ്ടെങ്കിലും ഒരു ദിവസമെങ്കിലും ഇവരൊക്കെ ജയിലിൽ കിടത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ സർ? ഒന്നുകിൽ കോടികൾ സിറ്റിങ്ങിന് വാങ്ങുന്ന വക്കീല് നിയമത്തിൻ്റെ പഴുതിലൂടെ രക്ഷിക്കും, ഇല്ലെങ്കിൽ നമ്മൾക്ക് തൊടാൻ കഴിയാത്ത ഉയരത്തിൽ പിടികിട്ടാൻ പുള്ളികളുടെ ലിസ്റ്റിൽ. കാർത്തിക്, എനിക്ക് മനസ്സിലാവും, പക്ഷേ ഇമോഷണലായിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് പരിമിതികളുണ്ട്, DGP പറഞ്ഞു. ശരിയാണ് സർ, പരിമിതികളുണ്ട്. കാരണം നമ്മളിപ്പോൾ കണ്ട ലിസ്റ്റിൽ ഒരു ഉന്നത പോലീസ് ഓഫീസറിൻ്റെയോ ഒരു ജഡ്ജിയുടെയോ ഒരു മന്ത്രിയുടെയോ മകളുടെ പേരില്ല. അത് വന്നിരുന്നെങ്കിൽ ഈ പരിമിതികളെല്ലാം പണ്ടേ മാറിയനെ. സോറി സർ. അത്രയും പറഞ്ഞ് കാർത്തിക് പോകുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ DGP നിന്നു. എന്താ സുദർശൻ ഇവനിങ്ങനെ? അവൻ പറഞ്ഞതിൽ എന്താണ് സർ തെറ്റ്? അവൻ പറഞ്ഞത് ശരിയാ. ആ ലിസ്റ്റിൽ ഒരു ഉന്നത പോലീസ് ഓഫീസറിൻ്റെയോ ഒരു ജഡ്ജിയുടെയോ ഒരു മന്ത്രിയുടെയോ മകളുടെ പേരില്ല. പക്ഷേ എൻ്റെ അനിയൻ്റെ പേരുണ്ട്, ഡോക്ടർ കൃഷ്ണവർമ്മയുടെ. ബട്ട് സ്റ്റിൽ എനിക്ക് പരിമിതികളുണ്ട്. സർ അറിയണം, അന്ന് തെളിവുകൾ കിട്ടിയപ്പോൾ തന്നെ ജീവൻ അപകടമുണ്ടാകുമെന്ന് കരുതി തനിക്കെന്തെങ്കിലും സംഭവിച്ചാലും സാരമില്ല, തെളിവുകളെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിലെത്തണമെന്ന തീരുമാനത്തോടെ കാർത്തിക് അതെല്ലാം എന്നെ ഏൽപ്പിച്ചു. പകരം അതിൻ്റെ കോപ്പിയുമായി മടങ്ങിയപ്പോഴും സാർ ഇപ്പോൾ ചോദിച്ചില്ലേ ഇവനെന്താ ഇങ്ങനെയെന്ന്? അതിന് കാരണം ആ ചെറുപ്പക്കാരന് ഒരു വിശ്വാസമുണ്ടായിരുന്നു സർ. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അവനിട്ടിരിക്കുന്ന യൂണിഫോമിൽ അവൻ ആക്രമിക്കപ്പെട്ടപ്പോഴും അവൻ്റെ ജീവൻ പോയാലും കുറ്റവാളികൾ പിടിക്കപ്പെടുമെന്ന്, അവർ ശിക്ഷിക്കപ്പെടുമെന്ന് ആ വിശ്വാസം. പക്ഷെ ഇപ്പോൾ പുച്ഛം തോന്നിപ്പോകുന്നു സർ ഈ യൂണിഫോമിനോട്. അത്രയും പറഞ്ഞ് സല്യൂട്ട് ചെയ്ത് സുദർശൻ പോകുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ DGP നിന്നു. കൊച്ചിയിൽ ഫ്ലൈറ്റ് എത്തിയതും കാർത്തികിൻ്റെ മൊബൈലിൽ കാളിയുടെ മെസ്സേജ് വന്നു. അത് ഒരു അഡ്രസ്സായിരുന്നു, വാഗമണിലെ ഒരു തേയിലത്തോട്ടത്തിൽ അഡ്രസ്. കാർത്തികിൻ്റെ കാർ ദേവനെയും നിമ്മൂസിനെയും കൊണ്ട് നേരെ പോയത് കാർത്തികിൻ്റെ സ്വന്തം വീട്ടിലേക്കാണ്. അവിടെ കാർത്തികിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. നമ്മളെന്താ ഇവിടെ?
പറയാം, വാ. അവർ വന്നതറിഞ്ഞ് കാർത്തികിൻ്റെ അമ്മ വെളിയിലേക്ക് വന്നു. എത്ര നേരമായി കാത്തിരിക്കുന്നു, വാ മക്കളെ. കാർത്തിക് നിമ്മൂസിനോട് ചെല്ലാനായി ആംഗ്യം കാണിച്ചു. അമ്മ നിമ്മൂസിനെ സ്നേഹത്തോടെ സ്വീകരിച്ചു. അമ്മേ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അത് കഴിഞ്ഞു വരാം. അതുവരെ നിരുക്തിയെ നോക്കണം. ഇനിയിപ്പോൾ എവിടെ പോകാനാണ്? എങ്ങോട്ടും പോകുന്നില്ല. കാർത്തിക് അച്ഛനെ നോക്കി. ആ, അവർ പോയിട്ടുടനെ വരും. നീ മോളെയും വിളിച്ചിങ്ങ് പോര്. അല്ല. അച്ഛൻ കൈ ഉയർത്തി അമ്മയെ തടഞ്ഞു. ആ, നിങ്ങൾ പോയി വാ. കാർത്തിക് കാറെടുത്തു. നമ്മൾ നിമ്മൂസിനെ തറവാട്ടിലാക്കാന്നല്ലേ പ്ലാൻ ചെയ്തത്? ദേവൻ ചോദിച്ചു. അതെ, പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ അതിനേക്കാളും സേഫ് എൻ്റെ വീടാകുമെന്ന് തോന്നി. ഞാനിപ്പോൾ കാളിയുടെ വിശ്വസ്തനായതുകൊണ്ട് അവിടെ ഉണ്ടെന്ന് സംശയിക്കാൻ സാധ്യത കുറവാണ്. നാളെ കൊണ്ടു ചെല്ലാമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു അറ്റാക്ക് ഉണ്ടാവാൻ വഴിയില്ല. എങ്കിലും നമ്മളായിട്ടെന്തിനാ വെറുതെ ഒരു റിസ്ക്? കാറൊരു ഒഴിഞ്ഞ സ്ഥലത്ത് നിർത്തി കാർത്തിക് ദേവനോട് പറഞ്ഞു. എന്താ പ്ലാൻ? ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വലിയ സഹായമൊന്നും പ്രതീക്ഷിക്കണ്ട. നമുക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായമൊന്നും വേണ്ട. കഴിഞ്ഞ ജന്മവും അവരെ നേരിട്ടത് ഡിപ്പാർട്ട്മെന്റ് അല്ലല്ലോ, കഴിഞ്ഞ ജന്മമോ? അതൊക്കെ വലിയ കഥയാണ്. പോകുന്ന വഴി പറഞ്ഞു തരാം. തൽക്കാലം നമുക്ക് വന്ന കാര്യം നോക്കാം. പോകുന്നതിന് മുൻപ് ഞാൻ പാണ്ഡവരെ കാളിയുടെയും വാസ്തികയുടെയും നീക്കങ്ങൾ അവർ അറിയാതെ അറിഞ്ഞു വെക്കാൻ പറഞ്ഞിരുന്നു. കാർത്തിക് സംശയത്തോടെ നോക്കി. ദേവനൊരു ചിരിയോടെ കാർത്തികിനെ തൻ്റെ ഫോണിൽ വീഡിയോ കാണിച്ചു കൊടുത്തു. അത് വാസ്തികയെ കെട്ടിയിട്ടിരിക്കുന്ന വീഡിയോ ആണ്. അത് കണ്ടതും കാർത്തികിൻ്റെ കണ്ണുകൾ വിടർന്നു. ചുണ്ടിൽ ചെറിയ ചിരി മിന്നി. അവൻ അത്ഭുതത്തോടെ ചോദിച്ചു, ഇതെങ്ങനെ? ഇവിടെ കൊച്ചിയിൽ വാസ്തികയുടെ ഒരു പബ്ബുണ്ട്. കൊച്ചിയിലോ? കൊച്ചിയിൽ തന്നെ, പക്ഷേ വളരെ രഹസ്യമായിട്ടാണ് എന്ന് മാത്രം. പക്ഷെ എൻ്റെ അന്വേഷണത്തിൽ ഈ കാര്യം ദേവൻ ചെറിയൊരു ചിരിയോടെ പറഞ്ഞു. അതിന് നിന്റെ അന്വേഷണത്തിൽ നീ പ്രാധാന്യം കൊടുത്തത് കാളിക്കായിരുന്നു. അതുകൊണ്ടാണ് ഇത് ശ്രദ്ധയിൽപ്പെടാതിരുന്നത്. ഇതിൽ കെ വി ഗ്രൂപ്പിന് പങ്കൊന്നുമില്ല. കാളിക്ക് പോലും അറിയാത്ത വാസ്തികയുടെ ഏക രഹസ്യ ബിസിനസ് ഇതാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും അവർക്ക് ഈ നൈറ്റ് ക്ലബ്ബുണ്ട്. ഏത് സ്ഥലത്ത് പോയാലും കാളി പോലും അറിയാതെ വാസ്തിക ഒറ്റയ്ക്ക് പോകുന്ന അവരുടെ രഹസ്യ വിഹാര കേന്ദ്രങ്ങളാണ് ഈ പബ്ബുകൾ. സംഗതി അവിടെ വരുന്ന പെൺകുട്ടികളാണ് ടാർഗറ്റ്. പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ അല്പം ശ്രദ്ധിച്ചാണ് കളിയെന്ന് മാത്രം. വാസ്തിക വന്നു കഴിഞ്ഞാൽ അവൾ സെലക്ട് ചെയ്യുന്ന പെൺകുട്ടികൾക്ക് ഡ്രിങ്ക്സിൽ ഡ്രഗ്സ് കൊടുക്കും. പിന്നെ അന്ന് തീര ആ പെൺകുട്ടിയാണ്. കാളിയുടെ അറിവില്ലാത്തത് കൊണ്ടാവും ഭാഗ്യത്തിന് റോഹിപ്നോളല്ല. കാരണം ബ്രെയിൻ ഡെത്തൊന്നും ഇതുവരെ അവിടെ നിന്നും ഉണ്ടായിട്ടില്ല. കാളി വാഗമണ്ണിൽ ഒറ്റയ്ക്ക് പോയി എന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ ഉറപ്പിച്ചിരുന്നു അവൾ ഒറ്റയ്ക്ക് അഴിഞ്ഞാടാനായി പബ്ലിക്ക് പോകുമെന്ന്. ഒരല്പം പുച്ഛത്തോടെ ദേവൻ കാർത്തികിനോട് പറഞ്ഞു. ഡ്രൈവറെ പോലും ഒഴിവാക്കി അവൾ പോകുന്ന ഒരേ ഒരു സ്ഥലം. കാർത്തിക് ഒരു ഞെട്ടലോടെ ദേവൻ പറയുന്നത് കേട്ടിരുന്നു. ഫ്ലാഷ് ബാക്ക്. വാസ്തികയുടെ രഹസ്യവിഹാര കേന്ദ്രമായ പബ്. അവിടെ അത്യാവശ്യം ശരീരഭംഗിയുള്ളൊരു പെൺകുട്ടി ഐറ്റം ഡാൻസ് ചെയ്യുകയാണ്. നല്ല ബീറ്റ്സുള്ളൊരു പാട്ടിനോടൊപ്പം അവളുടെ ആകാരഭംഗി മുഴുവൻ കാണിച്ച് അവൾ സ്റ്റെപ്പുകൾ വെച്ചുകൊണ്ടിരുന്നു. അതോടൊപ്പം കുറെ ആൺകുട്ടികളും പെൺകുട്ടികളും ഡാൻസ് ചെയ്യുന്നുണ്ട്. അവിടെ പുതുതായി വെയിറ്റർ ബോയിയായി ജോലിക്ക് കയറിയ രാവണൻ എന്നറിയപ്പെടുന്ന സൂരജ് അവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് മദ്യം വിളമ്പുന്നതോടൊപ്പം അവിടെ വന്നിരുന്ന വാസ്തികയെയും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവിടെ നിന്ന് ആ ക്ലബിൽ ഡാൻസ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ മനുവും വിക്കും സിദ്ധുവും മണിക്കുട്ടനുമുണ്ട്. മണിക്കുട്ടൻ വന്ന കാര്യമൊക്കെ മറന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന മട്ടാണ്. മനുവും വിക്കും സിദ്ധുവും അതിനിടയ്ക്ക് വാസ്തികയെ നിരീക്ഷിക്കുന്നുണ്ട്. വാസ്തികയുടെ കണ്ണുകൾ ആദ്യം ആ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒഴിഞ്ഞു. അതിനുശേഷം അവൾ അനുഭവിച്ച് മടുത്തതുകൊണ്ടാവാം കണ്ണുകൾ പതുക്കെ അവിടെ നിന്ന്
ഒരു പെൺകുട്ടിയിൽ പതിഞ്ഞു. അവളുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വാസ്തികയുടെ കണ്ണുകൾ ഒഴിഞ്ഞു. അവിടെ നിന്ന് വെയിറ്ററിനോട് കണ്ണ് കാണിച്ചതിനനുസരിച്ച് അയാൾ ഡ്രിങ്ക്സിൽ ഡ്രഗ്സ് കലർത്തി. പക്ഷെ ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ പോകുന്നതിന് മുൻപ് അയാളുടെ കണ്ണ് തെറ്റിയ സമയം സൂരജ് ആ ഡ്രിങ്ക്സ് മാറ്റി. നല്ല ഡ്രിങ്ക്സ് ആ കുട്ടിക്ക് കൊടുക്കുകയും നയത്തിൽ ഡ്രഗ്സ് കലക്കിയ ഡ്രിങ്ക്സ് വാസ്തികയ്ക്ക് കൊടുക്കുകയും ചെയ്തു. ആ പെൺകുട്ടി ഡ്രഗ്സ് കഴിച്ച് വീടുമെന്ന് കരുതി കാത്തിരുന്ന വാസ്തികയ്ക്ക് പതുക്കെ ഡ്രഗ്സ് തലയ്ക്ക് പിടിക്കാൻ തുടങ്ങി. ഡ്രഗ്സ് വാസ്തികയുടെ തലയ്ക്ക് പിടിക്കുന്നു എന്ന് കണ്ട സൂരജ് പതിയെ വാസ്തികയുടെ അടുത്തെത്തി. എന്ത് പറ്റി മാം? അത് എനിക്ക് തല ചുറ്റുന്നത് പോലെ. അത്രയും പറഞ്ഞപ്പോൾ വാസ്തികയുടെ കാഴ്ച മങ്ങി. കുഴഞ്ഞു വീണുകൊണ്ട് അവൾ പറഞ്ഞു, എന്നെ ഒന്ന് വീട്ടിൽ. ഓ, അതിനെന്താ മാം, വരൂ. സൂരജ് വാസ്തികയെ താങ്ങി പിടിച്ചെഴുന്നേൽപ്പിച്ചു. അത് കണ്ട് വാസ്തികയുടെ വലം കൈയായ ഡ്രിങ്ക്സിൽ കലർത്തിയ വെയിറ്റർ അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. അത് കണ്ട മനു വേഗം ഡ്രിങ്ക്സ് കയ്യിൽ പിടിച്ചുകൊണ്ട് മനഃപൂർവ്വം അയാളെ പോയി തട്ടി. ഡ്രിങ്ക്സ് ശരീരത്തിലായ ദേഷ്യത്തിലെന്ന പോലെ മനു അയാളുടെ കുത്തിന് പിടിച്ചു. നീ ഡ്രിങ്ക്സ് ദേഹത്തൊഴിക്കുമല്ലടാ എന്ന് ചോദിച്ച് മനു തുടങ്ങിയ ഇടിയിൽ വെയിറ്ററുടെ കണ്ണിൽ നിന്നും പൊന്നീച്ച പറന്നു. ബാക്കി കൊണ്ടകൾ ഓടി വരുന്നത് കണ്ട വിക്കിയും സിദ്ധുവും കൂടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന മണിക്കുട്ടനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് അവരെയെല്ലാം ഇടിച്ച് ഇഞ്ച പരുവമാക്കി. ആ സമയം സൂരജ് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന തൻ്റെ കാറിൽ വാസ്തികയെ വലിച്ചിട്ടു. ശേഷം അവളുടെ ഹാൻഡ് ബാഗിൽ നിന്നും കീ എടുത്ത് അവളുടെ കാർ അൺലോക്ക് ചെയ്ത് കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി കീ അവളുടെ കാറിൽ വെച്ചു. എന്നിട്ട് ഡ്രൈവ് ചെയ്തു പോയി. പുറകെ എല്ലാവരെയും തല്ലി അവശരാക്കി പബ്ബും അടിച്ച് പൊളിച്ച് ബാക്കിയുള്ള പാണ്ഡവ സഖ്യം പുറത്തേക്കിറങ്ങി. പെട്ടെന്ന് തീർന്നുപോയി. ഞാനൊന്ന് ഫോമായി വരുമായിരുന്നു, മണിക്കുട്ടൻ പറഞ്ഞു. അത് കേട്ടതും മനോവനെ പുച്ഛിച്ച് അയ്യ. സിദ്ധുവിനെയും വിക്കിയെയും മണിക്കുട്ടൻ നോക്കിയപ്പോൾ അവരിലൊരാൾ ഇടത്തേക്കും മറ്റേയാൾ വലത്തേക്കും തല വെട്ടിച്ച് നീട്ടിത്തുപ്പി. വേണ്ടായിരുന്നു. വാടാ. മനുവും മണിക്കുട്ടനും കൂടി വാസ്തികയുടെ കാറിൽ കയറി. സിദ്ധുവും വിക്കിയും അവരുടെ ബൈക്കിൽ കയറി അവിടെ നിന്നും ഓടിച്ചുപോയി. മനു കാറുമായി നേരെ പോയത് സുദർശൻ വില്യച്ചൻ്റെ പരിചയത്തിലുള്ള ഒരു വർക്ക്ഷോപ്പിലേക്കായിരുന്നു. സുദർശൻ വില്യച്ചനും വർക്ക്ഷോപ്പ് ഉടമയായ ജോസഫും അവരെ കാത്ത് അവിടെ ഉണ്ടായിരുന്നു. കാർ സുദർശൻ വില്യച്ചനെ ഏൽപ്പിച്ച അവർ വേഗം തന്നെ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ വെച്ചിരുന്ന ബൈക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. മുഖം അറിയാതിരിക്കാൻ ഹെൽമറ്റിൻ്റെ കറുത്ത ചില്ല് അവർ താഴ്ത്തി വെച്ചു. ശരി വല്യച്ച. എടാ, സൂക്ഷിച്ചു വേണം. ശരി, പോയിക്കോ. കാർ വർക്ക്ഷോപ്പിൻ്റെ പുറകുവശത്ത് എത്തിച്ച ശേഷം സുദർശനും ജോസഫും കൂടി അവിടെ വച്ചിട്ടുള്ള പർദ്ദയെടുത്ത് കാർ മൂടിയിട്ടു. ജോസഫേ, വലിയൊരു ഉപകാരമാണ് താൻ എനിക്ക് ചെയ്യുന്നത്. എൻ്റെ പൊന്നു സാറേ, അങ്ങനെയൊന്നും പറഞ്ഞ് ജോസഫിനെ ചെറുതാക്കല്ലേ. ഹോ, മോഷ്ടിച്ചും കള്ളും കുടിച്ചും നടന്ന എനിക്ക് സാർ തന്ന ദാനമല്ലേ ഈ ജീവിതം. ആ, താൻ അതൊക്കെ വിട്. ഈ വണ്ടി കുറച്ച് ദിവസത്തേക്ക് ആരും കാണരുത്. ഓ, ഇവിടെ ആരും വരൂല സാറേ. സാർ അതോർത്ത് പേടിക്കണ്ട. സുദർശൻ അല്പം ടെൻഷനോടുകൂടി മനുവും മണിക്കുട്ടനും പോയ ദിക്കിലേക്ക് നോക്കി നിന്നു. ദേവന്റെയും കാർത്തികിൻ്റെയും കാർ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു പഴയ ഫാക്ടറിയുടെ അടുത്ത് ചെന്ന് നിന്നു. ആകെ കാട് കയറി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. എങ്കിലും നല്ല രീതിയിൽ സ്ഥലമുണ്ടായിരുന്നു. അതുകൊണ്ട് കണ്ണെത്തുന്ന ദൂരത്ത് എങ്ങും മനുഷ്യവാസമുണ്ടായിരുന്നില്ല. ഇതേത് സ്ഥലം? ഇത് പണ്ട് തറവാടിൻ്റെ കീഴിലുള്ള ഒരു കയർ ഫാക്ടറി ആയിരുന്നു. ആ വ്യവസായമൊക്കെ നിന്നു പോയില്ലേ. ഇപ്പോൾ ഇത് ഇങ്ങനെ അനാഥപ്രേതം പോലെ കിടക്കുക. വിൽപത്രത്തിൽ അച്ഛനിത് അച്ഛൻ്റെ പേരിലാണ് വെച്ച്. അതുകൊണ്ട് തന്നെ ആരും നോക്കാനില്ലാതെ ആകെ കാട് പിടിച്ചു. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ സുദർശൻ വില്യച്ചനാണ് ഈ കെട്ടിടത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചത്. ഓ, അവർ ഉള്ളിലേക്ക് നടന്നു. ഉള്ളിൽ ചെല്ലുമ്പോൾ വാസ്തികയുടെ കയ്യും കാലും ഒരു ഇരുമ്പ് കസാരയോട് ചേർത്ത് കെട്ടിയിരിക്കുകയായിരുന്നു. പക്ഷേ അവൾക്ക് ബോധം വന്നിരുന്നു. അവളുടെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിരുന്നു. അതിൻ്റെ മുന്നിൽ ഒരു കസാര തിരിച്ചിട്ട് അതിലിരുന്നു കൊണ്ട് മണിക്കുട്ടൻ അവളുടെ മൂക്കിൽ ഒരു പുല്ലിൻ്റെ കഷ്ണം കയറ്റി അവളെ തുമ്മിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ബാക്കിയുള്ളവർ
അവിടെ മാറി നിന്ന് എന്തോ സംസാരിക്കുമായിരുന്നു. മണിക്കുട്ടൻ പുല്ലുമായി വരുന്നത് കാണുമ്പോൾ തന്നെ അവളുടെ കണ്ണുകളിൽ നിറഞ്ഞ പേടിയിൽ നിന്നും അറിയാൻ സാധിക്കുമായിരുന്നു അവൾ എത്രത്തോളം അവൻ്റെ കുരുത്തക്കേടുകൊണ്ട് ആവശ്യമായി കഴിഞ്ഞു എന്ന്. 76 മണിക്കുട്ടൻ എണ്ണുകയായിരുന്നു. ആ കാഴ്ച കണ്ട ദേവനും കാർത്തികനും ചിരിപൊട്ടി. എന്തു വാടാത്? ആ, നിങ്ങൾ വന്നോ? ആ, ഞാൻ നിങ്ങളെ കാത്തിരുന്ന് ബോറടിച്ചപ്പോൾ വാസ്തിക ചേച്ചിയായിട്ട് കളിക്കായിരുന്നു. ശവം. മണിക്കുട്ടൻ മാറിയപ്പോൾ ദേവൻ വന്ന് ആ കസേരയിലിരുന്നു. എന്നിട്ട് പതുക്കെ വാസ്തികയുടെ വായിലെ പ്ലാസ്റ്റർ മാറ്റി. ആരാണ് നിങ്ങൾ? എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ അഗ്നിമിത്രൻ, ദേവൻ പറഞ്ഞു. ഞാൻ ഇന്ദ്രവീരൻ. അഗ്നിമിത്രനോ? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? വേണ്ടത് അവനല്ല, എനിക്കാണ്. എന്നെ കൊന്നതിൻ്റെ പ്രതികാരം. എങ്കിലും എങ്ങനെ തോന്നി ചെറിയമ്മേ എന്നെ കുത്തിക്കൊല്ലാൻ? കാർത്തിക് പറഞ്ഞു. ഇത്രയും കേട്ട വാസ്തികയുടെ കിളി പോയി. ഹേയ്, കെട്ടഴിച്ചു വിട്. നിങ്ങൾ വിചാരിക്കുന്ന ആള് ഞാനല്ല. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല, ദേവൻ ദേഷ്യത്തോടെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ വിചാരിക്കുന്ന ആള് നീ തന്നെയാണ് അഗ്നാസിനി. എൻ്റെ അമ്മയെയും രുദ്രയെയും തൊട്ട നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോ? ഹേയ്, അഗ്നാസിനിയോ? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വിചാരിക്കുന്ന ആൾ ഞാനല്ല. ഞാൻ വാസ്തിക, KV ഗ്രൂപ്പിൻ്റെ. അടങ്ങിയിരിക്കടേ അവിടെ. നീ ഏത് കൊമ്പത്തെ ആണെങ്കിലും നിന്റെ ജാതകവും നിനക്ക് പോലും അറിയാത്ത നിന്റെ സകല കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാടി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. നിനക്ക് അഴിഞ്ഞാടാൻ കുടുംബത്തിൽ പിറന്ന കൊച്ചു പെൺപിള്ളേരെ വേണമല്ലേ? അവർക്ക് നീ ഡ്രഗ്സ് നൽകി കാര്യം സാധിക്കുമല്ലേ? നിന്റെ ഒരു മരുന്നേ ഉള്ളൂ അത് തീർക്കാൻ. അറിയാൻ മേലഞ്ഞിട്ടല്ല, സംസ്കാരം അതുണ്ടായിപ്പോയി. പിന്നെ അതിനെ പോലുമുള്ള യോഗ്യത നിനക്കുണ്ടോടി? അതുകൊണ്ട് മാത്ര നീ ഇവിടെ ഇപ്പോഴും ഇങ്ങനെ വെണ്ണക്കൽ പ്രതിമ പോലെ ഇരിക്കുന്നത്. കേട്ടോടി പന്ന. കാർത്തിക് പറഞ്ഞത് കേട്ട മണിക്കുട്ടൻ്റെ ചെവിയിൽ കൂടെ പൂക്ക പറന്നു. മണിക്കുട്ടൻ പതുക്കെ മനുവിൻ്റെ കാതിൽ പറഞ്ഞു. ഡാ, അളിയൻ ടെററാണ്, സൂക്ഷിച്ചിടപെടണം. പാണ്ഡവസഭയിൽ കൂട്ടണ്ടട്ട. പക്ഷെ അവരെ റേപ്പ് ചെയ്തതിന് ശേഷം അവരുടെ ദേഹത്ത് ആസിഡ് ഒഴിച്ച് പൊള്ളിച്ച് രസിച്ച നീ അതിൻ്റെ വേദന എന്താണെന്ന് അറിയണം. മനു. ആ വിളിയിൽ മനു ഫാക്ടറിയുടെ ഒരു സൈഡിൽ വെച്ചിരുന്ന കട്ടിയുള്ള റബ്ബറിൻ്റെ ഗ്ലൗസും ഒരു കന്നാസും എടുത്തുകൊണ്ടുവന്നു. ദേവൻ അത് വാങ്ങി കാർത്തികിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഈ ശിക്ഷ നടപ്പാക്കാൻ ഏറ്റവും യോഗ്യൻ നീയാണ്. കാർത്തിക് ഗ്ലൗസ് ഇട്ടുകൊണ്ട് ഒരു ചിരിയോടുകൂടി ആ കന്നാസ് വാങ്ങി. അതിൻ്റെ വായിൽ ഒരു കുഴല് പോലെയുള്ള പൈപ്പ് പിടിപ്പിച്ചിരുന്നു. അതുമായി വാസ്തികയുടെ അടുത്തേക്ക് നടന്നു. കാർത്തിക് അടുത്തേക്ക് വരുംതോറും അവളുടെ കണ്ണിൽ ഭയം നിഴലിച്ചു. അവൾ ആകെ വെപ്രാളപ്പെട്ടു. രക്ഷപ്പെടാനായി ശ്രമിച്ചു. പക്ഷെ അവൾക്ക് അനങ്ങാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാർത്തിക് കന്നാസിൻ്റെ കുഴൽ പോലെയുള്ള വശം വാസ്തികയുടെ വാ നിർബന്ധിച്ച് പൊളിച്ച് വായിലേക്ക് കടത്തി. എന്നിട്ട് അതിലുള്ള ആസിഡ് അവളെ കൊണ്ട് കുടിപ്പിച്ചു. അവളുടെ കണ്ണുകൾ രക്തവർണമായി. ശരീരം പിടച്ചു. അവളുടെ സർവശക്തിയുമെടുത്ത് അവൾ കുതിരാൻ ശ്രമിച്ചുവെങ്കിലും നിരാശയായിരുന്നു ഫലം. കാരണം ആ ഇരുമ്പു കസേരയുടെ കാലുകൾ നിലത്ത് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചിരുന്നു. അവളുടെ അവസ്ഥ ഭയാനകമായിരുന്നു. അവൾ പേ പിടിച്ചവരെ പോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അവൾ അലറി വിളിച്ചു. പക്ഷെ ആ അലർച്ച കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ കാഴ്ച ആസ്വദിച്ചു കൊണ്ടിരുന്ന ദേവന്റെ കണ്ണിൽ അപ്പോഴും പകാളുകയായിരുന്നു. അല്പം നേരം കഴിഞ്ഞപ്പോൾ ദേവൻ കൈനീട്ടി. മനു ദേവന്റെ കയ്യിലേക്ക് സിറിഞ്ചും എന്തോ മരുന്നും കൊടുത്തു. അത് നട്ടലിൽ കുത്തിയിറക്കിയതോടെ അവളുടെ ബോധം മറഞ്ഞു. എങ്കിലും അവളുടെ ശരീരം
വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവർ ചങ്ങല ഉപയോഗിച്ച് ബന്ധിച്ചു. അവളെ ബന്ധിച്ചു കഴിഞ്ഞപ്പോൾ മണിക്കുട്ടൻ അവളുടെ ശരീരത്തിൽ ഒരു ബോംബ് സെറ്റ് ചെയ്തു. എന്തോന്നാണത്? ഇത് ഡമ്മി ബോംബ്. എൻ്റെ ഐഡിയ ആണ്. എങ്ങനെയുണ്ട്? ഇവനെ ഞാൻ... മണിക്കുട്ടൻ അതിൻ്റെ റിമോട്ടും കൊണ്ടുപോയി കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നാളെ അവരെ കാണാൻ പോകുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഫൈറ്റ് ഒഴിവാക്കാൻ ഇതുകൊണ്ട് സാധിക്കും. ഏട്ടനത് കയ്യിൽ പിടിച്ചേ. എന്നിട്ട് ഞാൻ പറയണ പോലെ പറഞ്ഞാൽ മതി. ദുഷ്ടരിൽ ദുഷ്ടനായ കാളി, അനങ്ങിപ്പോകരുത്. അനങ്ങിയാൽ ഞാനിതിപ്പം പൊട്ടിക്കും. ഇവനിത് കൊള്ളാക്കും. ദേവൻ ദയനീയമായി കാർത്തികിനെ നോക്കി. കാർത്തിക് ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു, കളയണ്ട, ഇരിക്കട്ടെ, ചിലപ്പോൾ പ്രയോജനപ്പെടും. കണ്ട, അളിയന് വിവരമുണ്ട്. അത്രയും പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ സിദ്ധുവും വിക്കിയും ഒരാൾ ഇടത്തേക്കും മറ്റേയാൾ വലത്തേക്കും തല വെട്ടിച്ച് നീട്ടിത്തുപ്പി. മണിക്കുട്ടൻ മനുവിനെയും സൂരജിനെയും നോക്കിയപ്പോൾ അവരും അതേപോലെ തന്നെ തുപ്പി കാണിച്ചു. കൾച്ചർലെസ് പീപ്പിൾ. അത് കണ്ട് ദേവനും കാർത്തികിനും ചിരിപൊട്ടി. ആ മതി മതി, ഈ മുതലിനടുത്ത് ഡിക്കിൽ കയറ്റാൻ നോക്ക്. അവളെയും എടുത്തുകൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ മണിക്കുട്ടൻ സൂരജിനെ നോക്കി പറഞ്ഞു, എന്നെ അപമാനിച്ചു അല്ലേ? നോക്കിക്കോ, നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ തുപ്പിയിട്ട് ചോറ് വിളമ്പും. കാറിൻ്റെ ഡിക്കി അടച്ചു. ദേവൻ മനുവിനെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളിപ്പോൾ തന്നെ വിട്ടോ. മനു അത് വാങ്ങി സന്തോഷത്തോടെ മൂളി. ദേവനും കാർത്തിക്കും കയറിയ കാർ കാർത്തികിൻ്റെ വീട് ലക്ഷ്യമാക്കി പാഞ്ഞു.